ഏവർക്കും നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ പാഠമായ സഫല കർമ്മധീരത എന്ന പാഠം എല്ലാവരും പരിചയപ്പെട്ടു. നല്ലപോലെ പാഠം വായിച്ച് ആശയമൊക്കെ മനസ്സിലാക്കി കാണും. നമുക്കിനി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഏവർക്കും പഠന പ്രവർത്തന ക്ലാസ്സിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 15 പഠന പ്രവർത്തനങ്ങൾ ആദ്യം നോക്കാം. പദച്ഛേദ ഭാഗം അവിടെ നൽകിയിട്ടുണ്ട്. 5 സംശ്ലിഷ്ട പദങ്ങൾ അവിടെ ഉദാഹരണമായി നൽകിയിരിക്കുന്നു. ആ 5 സംശ്ലിഷ്ട പദങ്ങളുടെ വിഘടന മാതൃക അവിടെ നൽകിയിട്ടുണ്ട്. അതാദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രഥമം പദം പശ്യതു. തഥാപി എങ്കിലും എന്നർത്ഥം. തഥാപി തഥാ പ്ലസ് അപി, തഥാ പ്ലസ് അപി, തഥാപി തഥാ പ്ലസ് അപി. അഗ്രിമം പദം ഇത്യാദീനി. ഇത്യാദീനി മുതലായവ എന്നർത്ഥം. ഇതി പ്ലസ് ആദീനി, ഇതി പ്ലസ് ആദീനി, ഇത്യാദീനി, ഇതി പ്ലസ് ആദീനി. സൈനികൈശ്ച. സൈനികൈശ്ച സൈനികരാലും എന്നർത്ഥം. സൈനികൈഹി പ്ലസ് ച, സൈനികൈഹി പ്ലസ് ച, സൈനികൈശ്ച സൈനികൈഹി പ്ലസ് ച. അഭവന്നിതി. അഭവന്നിതി ആയിത്തീർന്നു എന്ന് അർത്ഥം. അഭവൻ പ്ലസ് ഇതി, അഭവൻ പ്ലസ് ഇതി, അഭവന്നിതി, അഭവൻ പ്ലസ് ഇതി. ദീപ്തോയം. ദീപ്തോയം ദീപമാനമായ ഒന്ന് എന്നർത്ഥം. ദീപ്തഃ പ്ലസ് അയം, ദീപ്തഃ പ്ലസ് അയം, ദീപ്തോയം, ദീപ്തഃ പ്ലസ് അയം. ഇവിടെ പരിചയപ്പെട്ട ഈ പദച്ഛേദങ്ങളുടെ മാതൃകയിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പദങ്ങൾ, സംശ്ലിഷ്ട പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അവയെ സ്വയം വിഘടനം ചെയ്തുകൊണ്ട് നിങ്ങൾ പരിശീലിക്കണം. അതിന് ശ്രദ്ധിക്കാം. തഥാപി എന്ന പദം വിഘടനം ചെയ്ത അതേ മാതൃകയിൽ ചെയ്യാനായി 3 പദങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പദം യഥാപി. യഥാപി. രണ്ടാമത്തെ പദം തദാപി. തദാപി. മൂന്നാമത്തെ പദം കദാപി. കദാപി. ഈ 3 പദങ്ങളെയും തഥാപി എന്ന പദം സംശ്ലിഷ്ട പദം പദച്ഛേദം ചെയ്ത പോലെ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പദം ഇത്യാദീനി എന്ന പദത്തെ പദച്ഛേദം ചെയ്ത മാതൃകയിൽ ചെയ്യാനുള്ള പദങ്ങളാണ്. ഇത്യാദയഃ. ഇത്യാദയഃ. ദ്വിതീയ പദം ഇത്യാദ്യാഃ. ഇത്യാദ്യാഃ. അടുത്ത പദം സൈനികൈശ്ച എന്ന പദത്തെ പദച്ഛേദം ചെയ്ത പോലെ, സൈനികൈശ്ച എന്ന സംശ്ലിഷ്ട പദത്തെ പദച്ഛേദം ചെയ്ത മാതൃകയിൽ ചെയ്യുന്നതിനുള്ള പദങ്ങളാണ്. നാവികൈശ്ച. നാവികൈശ്ച. രണ്ടാമത്തെ പദം രക്ഷകൈശ്ച. രക്ഷകൈശ്ച. അടുത്ത പദം അഭവന്നിതി സംശ്ലിഷ്ട പദത്തെ ചെയ്ത മാതൃകയിൽ ചെയ്യുക. ഗച്ഛന്നിതി. ഗച്ഛന്നിതി. പഠന്നിതി. പഠന്നിതി. ദീപ്തോയം എന്ന സംശ്ലിഷ്ട പദത്തെ പദച്ഛേദം ചെയ്ത മാതൃകയിൽ ചെയ്യുന്നതിനുള്ള 2 പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രകാശോയം. പ്രകാശോയം. രണ്ടാമത്തെ പദം ശോഭനോയം. ശോഭനോയം. ഈ 2 പദങ്ങളെയും ഇതേ മാതൃകയിൽ ചെയ്യുക. ഇവിടെ പരിചയപ്പെട്ട പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് നൽകിയ പദങ്ങളും അതുപോലെ സ്വയം പദച്ഛേദം ചെയ്ത് പരിശീലിക്കുന്ന രീതിയിൽ തന്നിട്ടുള്ള പദങ്ങളും നല്ലപോലെ വായിച്ച് പഠിച്ച് പദച്ഛേദം ചെയ്ത് പരിശീലിക്കുക. അടുത്തതായി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നൽകിയ വിഗ്രഹവാക്യങ്ങളെ പരിചയപ്പെടാം. സമസ്ത പദം അഥവാ ഏകപദം നൽകിയിട്ടുണ്ട്. അവയുടെ വിഗ്രഹവാക്യങ്ങളും നൽകിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പരിചയപ്പെടാം.
ആദ്യത്തെ പദം പ്രകൃതിക്ഷോഭേണ. പ്രകൃതിക്ഷോഭേണ. ഈ സമസ്ത പദത്തിൻ്റെ വിഗ്രഹവാക്യം നൽകിയിരിക്കുന്നു. പ്രകൃതേഹ ക്ഷോഭഃ തേന. പ്രകൃതേഹ ക്ഷോഭഃ തേന. പ്രകൃതിക്ഷോഭേണ. പ്രകൃതിക്ഷോഭത്താൽ, പ്രകൃതി ദുരന്തത്താൽ എന്നർത്ഥം. പ്രകൃതേഹ ക്ഷോഭഃ, പ്രകൃതിയുടെ ക്ഷോഭം, ദുരന്തം. പ്രകൃതിക്ഷോഭഃ തേന, അതുമൂലം എന്നർത്ഥം. അടുത്ത പദം രക്ഷാപരിശ്രമഃ. രക്ഷാപരിശ്രമഃ. രക്ഷാപരിശ്രമം, രക്ഷാപ്രവർത്തനം എന്നർത്ഥം. ആ സമസ്ത പദത്തിൻ്റെ ഏകപദത്തിൻ്റെ വിഗ്രഹവാക്യം ശ്രദ്ധിക്കുക. രക്ഷായൈ പരിശ്രമഃ. രക്ഷായൈ പരിശ്രമഃ. രക്ഷായൈ, രക്ഷയ്ക്കായുള്ള പരിശ്രമഃ, പരിശ്രമം, അതിനെയാണ് രക്ഷാപരിശ്രമഃ, രക്ഷാപ്രവർത്തനം, രക്ഷാപരിശ്രമം എന്ന് പറയുന്നത്. അടുത്ത പദം നിരാലംബഃ. നിരാലംബഃ, സഹായിക്കാൻ ആരുമില്ലാത്തവർ എന്നർത്ഥം. ആ പദത്തിൻ്റെ വിഗ്രഹവാക്യം നിർഗതാഹ ആലംബാത്. നിർഗതാഹ ആലംബാത്. നിർഗതാഹ, പുറത്തു പോയവർ, ഒഴിവാക്കപ്പെട്ടവർ, അല്ലെങ്കിൽ പുറത്തു കടന്നവർ, അകത്തില്ലാത്തവർ എന്നർത്ഥം. ഇവിടെ നിന്ന് ആലംബാത്, സംരക്ഷണത്തിൽ നിന്ന്, ആശ്രയത്തിൽ നിന്ന് പുറത്തുള്ളവർ എന്നർത്ഥം. നിരാലംബാഹ, നിർഗതാഹ ആലംബാത്. അടുത്ത പദം അനുകരണീയം. അനുകരണീയം, അനുകരിക്കാൻ സാധിക്കുന്നത്, മാതൃകയാക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം. അനുകർത്തും യോഗ്യം. അനുകർത്തും യോഗ്യം, അനുകരിക്കുവാൻ സാധിക്കുന്നത്, യോഗ്യമായത് എന്നർത്ഥം. അനുകരണീയം, അനുകർത്തും യോഗ്യം. അടുത്ത പദം സുസ്ഥിതിഹി. നിലനിൽപ്പ്, നല്ല സ്ഥിതി എന്നർത്ഥം. സുസ്ഥിതിഹി. ശോഭനാസ്ഥിതിഹി. ശോഭനാസ്ഥിതിഹി, ശോഭന, നല്ല, മികച്ച എന്നർത്ഥം. സ്ഥിതിഹി, സ്ഥിതി, നിൽപ്പ്, നല്ല നിലനിൽപ്പ് എന്നർത്ഥം. മഹാവനം. മഹാവനം, കൊടുങ്കാട് എന്നർത്ഥം. മഹത്ത് ച തത് വനം ച. മഹത്ത് ച തത് വനം ച. മഹത്തുമാണ്, വലുതുമാണ്. തത് വനം ച, അത് വനവുമാണ്. വലുതും വനവുമായ ഒന്ന്, കൊടുങ്കാട് എന്നർത്ഥം. പുത്രാൻ. പുത്രാൻ, മക്കളെ എന്നർത്ഥം. പുത്രാഹ ച പുത്ര്യഃ ച. പുത്രാഹ, താൻ. പുത്രാഹ ച പുത്ര്യഃ ച. പുത്രാഹ, താൻ. പുത്രാഹ, ആൺമക്കളും. ച, ആൺമക്കളും. പുത്ര്യഃ ച, പെൺമക്കളും. പുത്രാഹ, ആൺമക്കളും പെൺമക്കളും കൂടിച്ചേർന്നതിനെ മക്കൾ എന്ന് പറയുന്നു. താൻ, അവരെ എന്നർത്ഥം. പുത്രാൻ. അപത്യാനി എന്നൊരു പദം നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെട്ടു. അതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് പുത്രാഹ. അപ്പോൾ പുത്രാഹ എന്ന് പറഞ്ഞാൽ ആൺമക്കൾ എന്നർത്ഥമുണ്ട്. സന്ദർഭം അനുസരിച്ച് നമ്മൾ ആ പദത്തിന് അർത്ഥം മനസ്സിലാക്കണം. ആൺമക്കളെയും പെൺമക്കളെയും ചേർത്ത് പറയുന്ന ഒരിടത്താണ് പുത്രാഹ എന്ന പദം പ്രയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മക്കൾ എന്നർത്ഥത്തിൽ ആ പദത്തെ എടുക്കണം എന്നർത്ഥം. ഇവിടെ പരിചയപ്പെട്ട ഈ മുഴുവൻ സമസ്ത പദങ്ങളും അവയുടെ വിഗ്രഹവാക്യങ്ങളും അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ, പദത്തിൻ്റെയും വാക്യത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിച്ച് പരിശീലിക്കുക. അടുത്തതായി ഈ പാഠഭാഗം നല്ല ശ്രദ്ധയോടുകൂടി ഭാവാനുസാരം വായിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പദജ്ഞാനം, ആശയവ്യക്തത, അവതരണ ശൈലി. ഈ 3 കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം പാഠഭാഗത്തെ ഭാവാനുസാരം വായിച്ച് അവതരിപ്പിക്കാൻ. അപ്പോൾ പദജ്ഞാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പദങ്ങളുടെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ഭാവം ഉൾക്കൊണ്ട് വായിക്കുക എന്നുള്ളത് സാധ്യമല്ല. പദജ്ഞാനമുണ്ടെങ്കിൽ ആശയവ്യക്തതയുമെല്ലാം കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കുറച്ച് സമാനാർത്ഥങ്ങളെ പരിചയപ്പെടാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 17-ാമത്തെ പേജിൽ ശബ്ദകോശ എന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ ശബ്ദകോശത്തിൽ നൽകിയ പദങ്ങൾ വായിച്ചാൽ അതിൻ്റെ സമാന പദങ്ങളും
സംസ്കൃത പദങ്ങളും മലയാള അർത്ഥവുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് വാക്കുകളും അതിൻ്റെ സമാനമായ അർത്ഥങ്ങളും പരിചയപ്പെടുക, വായിച്ച് മനസ്സിലാക്കുക. സമാനാർത്ഥാഃ. യാനഭംഗേന, യാനഭംഗേന, വാഹനനാശേന, വാഹനനാശേന, വാഹനനാശത്താൽ. വർഷാരണ്യം, വർഷാരണ്യം, വൃഷ്ടിവനം, വൃഷ്ടിവനം, മഴക്കാട്. അപത്യാനി, അപത്യാനി, പുത്രാഹ, പുത്രാഹ, മക്കൾ. വാർത്താ, വാർത്താ, വൃത്താന്തഃ, വൃത്താന്തഃ, വാർത്ത, ന്യൂസ് എന്നർത്ഥം. വിഖ്യാതഃ, വിഖ്യാതഃ, പ്രസിദ്ധഃ, പ്രസിദ്ധഃ, പ്രസിദ്ധമായ. പിതാ, പിതാ, താതഃ, ജനകഃ, താതഃ, ജനകഃ, അച്ഛൻ. മാതാ, മാതാ, അംബാ, ജനനി, അംബാ, ജനനി, അമ്മ. മാതാമഹി, മാതാമഹി, മാതുഃ മാതാ, മാതുഃ മാതാ. അമ്മയുടെ അമ്മ, മുത്തശ്ശി എന്നും പറയും. വ്യോമയാനം, വ്യോമയാനം, ആകാശയാനം, വിമാനം. ആകാശയാനം, വിമാനം, വിമാനം എന്നർത്ഥം. വൈമാനികഃ, വൈമാനികഃ, വിമാനചാലകഃ, വിമാനചാലകഃ, പൈലറ്റ്. ഉപരതാഃ, ഉപരതാഃ, മൃതാഃ, മൃതാഃ, മരിച്ചവർ. യാത്രാമധ്യേ, യാത്രാമധ്യേ, യാത്രാവേളായാം, യാത്രാവേളായാം, യാത്രക്കിടയിൽ എന്നർത്ഥം. നിരാലംബാഃ, നിരാലംബാഃ, ആലംബരഹിതാഃ, ആലംബരഹിതാഃ, ആശ്രയമില്ലാത്തവർ. പാദരക്ഷ, പാദരക്ഷ, പാദുകം, പാദുകം, ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ എന്നർത്ഥം. ക്ഷീരം, ക്ഷീരം, ദുഗ്ധം, ദുഗ്ധം, പാൽ. പ്രയത്നഃ, പ്രയത്നഃ, പരിശ്രമഃ, പരിശ്രമഃ, പരിശ്രമം, പ്രയത്നം എന്നൊക്കെ അർത്ഥം. ഘ്രാണശക്തിഃ, ഘ്രാണശക്തിഃ, ഗന്ധഗ്രഹണശക്തിഃ, ഗന്ധഗ്രഹണശക്തിഃ, മണം പിടിക്കാനുള്ള കഴിവ്. സമർത്ഥഃ, സമർത്ഥഃ, നിപുണഃ, നിപുണഃ, സമർത്ഥൻ, കഴിവുള്ളവൻ എന്നർത്ഥം. സാരമേയഃ, സാരമേയഃ, ശുനകഃ, കുക്കുരഃ, ശുനകഃ, കുക്കുരഃ, നായ. യുഗപത്, യുഗപത്, ഏകീഭൂയ, ഏകീഭൂയ, മിലിത്വാ, മിലിത്വാ, ഒരുമിച്ച് എന്നർത്ഥം. സഹയോഗഃ, സഹയോഗഃ, സഹകാരഃ, സഹകാരഃ, സഹകരണം എന്നർത്ഥം. സർവഥാ, സർവഥാ, സർവപ്രകാരേണ, സർവപ്രകാരേണ, എല്ലാ അർത്ഥത്തിലും, എല്ലാ തരത്തിലും എന്നൊക്കെ അർത്ഥം. ദീപ്തഃ, ദീപ്തഃ, ശോഭിതഃ, പ്രകാശിതഃ, ശോഭിതഃ, പ്രകാശിതഃ, ശോഭിച്ച അല്ലെങ്കിൽ പ്രകാശിച്ച എന്നൊക്കെ അർത്ഥം. മഹാവനം, മഹാവനം, മഹാരണ്യം, മഹാരണ്യം, കൊടുങ്കാട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ കാണിച്ച ഈ സമാനാർത്ഥങ്ങൾ നല്ലപോലെ വായിച്ച് എഴുതി പഠിച്ച് മനസ്സിലാക്കുക.
ടെക്സ്റ്റ് ബുക്കിലെ ശബ്ദകോശഃ എന്ന ഭാഗവും നല്ലപോലെ വായിച്ചു നോക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം വീണ്ടും പാഠഭാഗം വായിച്ച് ഭാവാനുസാരം വായിക്കാൻ ശ്രമിക്കുക. ഈ പാഠത്തിലെ മറ്റു പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.